മലയാള സിനിമയിലെ ലഹരിയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം രണ്ട് സംവിധായകരെ ലഹരി ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായി എന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ കേൾക്കുന്നു. പക്ഷേ മോഹൻലാലിന്റെ ലഹരിക്കാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ അടിമകളായിരിക്കുന്നത്. മോഹൻലാലും ലഹരിയും, അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. മോഹൻലാലിന്റെ എമ്പുരാന് ശേഷം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എമ്പുരാൻ. വലിയ മാസ് പടമാണെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി 24 കട്ടൊക്കെ ചെയ്ത് പിന്നീട് പുറത്തിറങ്ങി. ആദ്യം ഇറങ്ങി 17 കട്ടം എന്ന് പറഞ്ഞു, പിന്നീട് അത് 27 കട്ടൊക്കെയായി പുറത്തിറങ്ങി. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എമ്പുരാനിൽ മോഹൻലാലിന് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും ഉണ്ടെന്നും പറയുന്ന രണ്ട് വിഭാഗക്കാരുണ്ട്. പക്ഷേ അവിടെ നിന്ന് മോഹൻലാൽ പിന്നീട് യാത്ര തുടങ്ങിയത് തുടരും എന്ന തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ പിറന്ന എം രഞ്ജിത്ത് നിർമ്മിച്ച സിനിമയിൽ നിന്ന്. തുടരും ഒരു തുടർച്ച തന്നെയാണ്, വിജയത്തിൻ്റെ തുടർച്ച എന്ന് പറയേണ്ടി വരും. മുണ്ടെടുത്ത് സാധാരണക്കാർക്കിടയിൽ സംസാരിച്ച് സാധാരണക്കാർക്കിടയിലൂടെ പറഞ്ഞു പോകുന്ന ഒരു കഥ. അതായത് പെട്ടെന്ന് സാധാരണക്കാരനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ. പ്രത്യേകിച്ച് മോഹൻലാൽ മുണ്ടെടുത്തിറങ്ങുമ്പോൾ മലയാളികൾക്ക് വളരെ സന്തോഷമാണ്. അവർക്ക് വളരെ എന്താ പറയുക, വളരെ അവരെ ലഹരി പിടിപ്പിക്കുന്നത് അതാണ്. ഞങ്ങളുടെ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു എന്നാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം പറയുന്നത്. ചിരിച്ചുകൊണ്ട്, എന്താ പറയുക, സ്നേഹിച്ചുകൊണ്ട്, കെട്ടിപ്പിടിച്ച് കുടുംബനാഥനായി മക്കളെയും ഭാര്യയും ചേർത്ത് പിടിച്ച് കണ്ണീരണിയിച്ച് നമ്മളെ ഒരൊഴുക്കിലൂടെ കൊണ്ടുപോകുന്ന ഒരു സിനിമ, അതാണ് തുടരും. സിനിമ തുടങ്ങുന്നത് മുതൽ ഏറ്റവും അവസാനം മോഹൻലാൽ എന്ന വലിയ അക്ഷരത്തിൽ സിനിമ എഴുതി കാണിക്കുന്നത് വരെ ആ സിനിമ നമുക്ക് സമ്മാനിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. 2ഉം 3ഉം തവണ ആ സിനിമ കണ്ടവരെ എനിക്കറിയാം. ഒരു തവണ കണ്ടിട്ട് മതിയാകാതെ, 2ാം തവണ കണ്ടിട്ട് മതിയാകാതെ, 3ാം തവണ കണ്ട ആളുകളെയൊക്കെ എനിക്കറിയാം. ബിനു പപ്പൻ എന്നൊക്കെ പറയുന്ന നടന്റെ ഉള്ളിൽ ഇത്രയും വലിയ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തരുൺ മൂർത്തി കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെയാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ജോൺ സാറായി എത്തുന്ന വില്ലൻ. ആ വില്ലനൊക്കെ മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ഒരു വില്ലൻ, മോഹൻലാലിനെ എന്താ പറയുക, ഒപ്പത്തിനൊപ്പം, ഒരു പിടി താഴെയുമല്ല മുകളിലുമല്ല, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വില്ലൻ. മനസ്സുകൊണ്ട് നമ്മളൊക്കെ എവിടെയോ ചിന്തിച്ചു പോകും, ഇയാളൊന്ന് തീർന്നു കിട്ടിയെങ്കിലെന്ന്. അത്രമാത്രം ക്രൂരതയുടെ ഒരു മുഖം. ആ ക്രൂരത എന്ന് പറയുന്നത് കുറെ രക്തം ചിന്തിച്ചു കൊണ്ടോ, കുറെ വെടിവെച്ചകൾ കൊണ്ടോ, ഇടിച്ച് തകർത്ത് നട്ടെല്ല് ഊരിക്കൊണ്ടോ അങ്ങനത്തെ ഒരു വില്ലൻ കഥാപാത്രമല്ല. വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യന് ശക്തനായ വില്ലനാകാൻ കഴിയുമെന്ന് പ്രകാശ് വർമ്മ കാണിച്ചു തരികയാണ്. അയാളുടെ ഒരു സംസാരം മതി അയാൾ ആ വില്ലൻ എത്രത്തോളം പെർഫെക്റ്റ് ആണ്, എത്രത്തോളം ക്രൂരനാണ് എന്ന് മനസ്സിലാക്കി തന്നെ അയാളുടെ ഒരു നോട്ടം മതി, അയാളുടെ ഒരു ഡയലോഗ് മതി. അയാൾ ആരെയും അടിക്കുന്നില്ല, അയാൾ ആരുടെയും ചോര വീഴ്ത്തുന്നില്ല, അയാൾ ആരോട് മാസ് ഡയലോഗ് ഒന്നും പറയുന്നില്ല. പക്ഷേ അയാള് എന്താ പറയുക, സൗമ്യമായി പറയുന്നതിലൂടെ അയാളുടെ ആ ക്രിമിനൽ മൈൻഡ് നമുക്ക് മനസ്സിലാക്കാൻ, സൗമ്യതയുടെ ഒരു മുഖത്തിലൂടെ ഒരു ക്രിമിനൽ ആകുന്ന വില്ലൻ, അതാണ് പ്രകാശ് വർമ്മയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശോഭന ഒരു തമിഴ് ടച്ച് കലർന്ന കഥാപാത്രം, പക്ഷെ ശോഭന തന്നെയാണ് ഡബ് ചെയ്തത്. ഒരു തനി വീട്ടമ്മ, ഭർത്താവിനെയും മക്കളെയും നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ താൻ പറയുന്നത് കേട്ട് അവർ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച ലെവലിലേക്ക് പോകുന്ന ഒരു വീട്ടമ്മ. കുടുംബം കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കാറിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നായകനായ മോഹൻലാൽ, ബെൻസ് എന്നും ഷൺമുഖനും എന്നൊക്കെ അറിയപ്പെടുന്ന നാട്ടിൽ മുഴുവൻ പ്രിയപ്പെട്ടവനായ ബെൻസ്. അതിനുശേഷം മോഹൻലാലിൻ്റെ മകനായി വരുന്ന അക്ഷയ്, മകളായി വരുന്ന കുട്ടി. ആ മകളായി വരുന്ന കുട്ടിയുടെയൊക്കെ അഭിനയം സത്യത്തിൽ അതൊക്കെ നമുക്ക് ആദ്യ സിനിമയാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ. അതിൻ്റെയൊക്കെ അഭിനയം എന്ന് പറയുന്നത് ഇതൊന്നും പറഞ്ഞു പഠിപ്പിച്ച് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ആ സാഹചര്യത്തിനനുസരിച്ച് അവർ അങ്ങ് എടുത്ത് പ്രയോഗിക്കുകയാണ്.
മോഹൻലാലിന്റെ ഒക്കെ ചില സീനുകളുണ്ട്. മോഹൻലാൽ കരയുമ്പോൾ പണ്ട് ആളുകൾ പറയും ലാലേട്ടൻ കരയുമ്പോൾ കൂടെ കരയുന്നവരാണ് മലയാളികളെന്ന് സിനിമയിൽ. അതുപോലെ തന്നെ ഈ മോഹൻലാൽ മരണപ്പെടുന്ന സിനിമയെന്ന് കാണാത്ത പലരും ഉണ്ട്. ഞാൻ ഉൾപ്പെടുന്ന പലരും മോഹൻലാൽ ലാസ്റ്റ് മരിക്കുന്ന സിനിമയെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമുക്കതൊന്നും താങ്ങാൻ കഴിയാത്ത വിധം അപ്പുറമാണ് ആ മനുഷ്യനോടുള്ള ഒരു ആരാധന, സ്നേഹം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ആരാധനയ്ക്കപ്പുറം ഒരു മോഹൻലാൽ എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ആക്ടർ. അയാളുടെ തലമുടി ഇഴകൾ വരെ, കണ്ണ്, പുരികം, നെറ്റി, മൂക്ക്, ചുണ്ട്, കവിള്, നഖം വരെ അഭിനയിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നു ലാലേട്ടൻ. അങ്ങനെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ലാലേട്ടൻ. അവിടെ നിന്ന് എവിടെയോ ലാലേട്ടൻ മറ്റാരോ തിരിക്കുന്ന ഒരു പാവയായി മാറി. മറ്റാരോ തിരിക്കുമ്പോൾ മാത്രം ആടുന്ന ഒരു പാവയായി ഇടയ്ക്കെപ്പോഴോ ലാലേട്ടൻ മാറി. ആ ലാലേട്ടനെ തരുൺമൂർത്തി നമുക്ക് തിരിച്ചു തന്നു എന്നുള്ളതാണ്. അമേസിങ് ചെയ്തു വെച്ചിട്ടുണ്ട് തരുൺമൂർത്തി. അത് എന്താ പറയുക, അതിന്റെ സ്റ്റോറി KR സുനിൽ എന്ന ആളാണ്. രക്ഷയില്ലാത്ത സിനിമ, ഒരു 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 രക്ഷയില്ലാത്ത സിനിമ. എത്ര പറഞ്ഞാലും മതിയാവില്ല ആ സിനിമയെക്കുറിച്ച്. 1000 ആവർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും ബോറടിക്കില്ല ആ സിനിമ. 1000 തവണ കണ്ടുകൊണ്ടിരുന്നാൽ പോലും ബോറടിക്കില്ല ആ സിനിമ. അത്രമാത്രം നമ്മളെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഒന്നുകൂടി കാണാം. കാരണം ലാലേട്ടന്റെ ആ ഒരു അഭിനയത്തിന്റെ ഒരു മൂർധന്യാവസ്ഥ, സത്യത്തിൽ ലാലേട്ടൻ അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ്. എന്നതിലപ്പുറം എനിക്ക് പറയാൻ തോന്നുന്നു അദ്ദേഹം ജീവിച്ച് തകർക്കുകയാണ് സിനിമയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല സീനുകളും സത്യത്തിൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ തിരിച്ചടിക്കും, ഇപ്പൊ മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് 4 എണ്ണം കിട്ടും. ഇല്ല, അവിടെയൊക്കെയാണ് ആ സംവിധായകന്റെ ഒരു മികവ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാസ് വേണ്ട, ഞങ്ങൾക്ക് മാസ് ഇല്ലാത്ത മുണ്ടെടുത്ത് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരൻ ഒരാളായി കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ദൃശ്യത്തിലെ ലാലേട്ടൻ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ, അതാണ് ഞങ്ങൾ ലാലേട്ടനിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് നരസിംഹവും 6-ാം തമ്പുരാനും ദേവാസുരവും ഒക്കെ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. കീർത്തിചക്ര, കർമ്മയോധ, ഇതുപോലുള്ള സിനിമകളൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് മലയാളികൾ. കാരണം മോഹൻലാലിനെ ഇഷ്ടമില്ലാത്തവർ പോലും മോഹൻലാൽ ഈ തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇങ്ങനത്തെ മോഹൻലാലിനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയും മോഹൻലാൽ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ആളുകൾ ഏറ്റെടുക്കണമെന്നില്ല. ആ കഥയ്ക്കൊരു ഡെപ്ത് വേണം. അത് സംവിധാനം ചെയ്യുന്ന ആൾക്ക്, അത് എഴുതുന്ന ആൾക്ക് ആ കഥാപാത്രത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് നടനിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇവിടെ തരുൺമൂർത്തി അതിലൊക്കെ വിജയിച്ചിരിക്കുന്നു. എന്താ പറയുക, തരുൺമൂർത്തിയോട് നിങ്ങൾ വേറെ ലെവലാണ് മനുഷ്യ. നിങ്ങളെ ഒരു അഭിനന്ദനം കൊണ്ടൊന്നും എന്താ പറയുക ചുരുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രേക്ഷകർ പറയുന്നതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ വിജയത്തിന്റെ ഗാഥ തുടരട്ടെ.